ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഞാൻ എൻ്റെ കാറുമായിട്ട് ഇപ്പോൾ നല്ല വലിയൊരു കയറ്റത്തിലേക്ക് പോവുകയാണ്. കയറ്റത്ത് വാഹനം നിർത്തിയെടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്കുകളാണ് സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും കയറ്റത്തെടുക്കുന്ന സമയത്ത് വണ്ടി നിരന്തരം ഓഫായി പോകുന്ന പ്രശ്നം, അതുപോലെ തന്നെ കയറ്റത്ത് വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകുന്ന പ്രോബ്ലം, അതുപോലെ തന്നെ വാഹനം കയറ്റത്ത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ബ്രേക്ക് എന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വണ്ടി എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് നിന്നു പോകുന്ന പ്രശ്നം. അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ് ഫസ്റ്റ് ഗിയറിൽ കയറ്റത്ത് കറക്റ്റ് ആകുന്നില്ല. നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി എത്ര വലിയൊരു കയറ്റത്ത് ഓഫായി പോയി കഴിഞ്ഞാലും നിങ്ങൾ ആ ഡ്രൈവിങ്ങിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് എടുത്താൽ കയറ്റത്ത് വണ്ടി ഓഫാകില്ല. പലർക്കും തന്നെ ഈ ഒരു ടെക്നിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും വലിയ കയറ്റങ്ങളിൽ വണ്ടി നിരന്തരം ഓഫായി പോകുന്നത്. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ആ ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ എൻ്റെ വാഹനം കിടക്കുന്നത് ഒരു ചെറിയ കയറ്റത്താണ്. ഇനി ഈ ചെറിയ കയറ്റത്തു നിന്ന് നമ്മൾ നല്ല വലിയ ഒരു കയറ്റത്തിലേക്ക് വാഹനം പോകുന്നു. അവിടെ എടുത്ത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. വലിയ കുത്തനെയുള്ള കയറ്റമാണ്. ഇപ്പം ഞാനിത് അതുപോലെയുള്ള ഒരു കയറ്റത്തിലേക്ക് എൻ്റെ വാഹനം കയറുകയാണ്. നിങ്ങൾ നോക്കുക, ഒരു ഇടുങ്ങിയ വില്ലേജ് റോഡാണ്, ഒരു ഹില്ലേരിയയാണ്. ഞാനിത് ഫസ്റ്റ് ഗിയറിൽ ഇതേ വാഹനം മുന്നോട്ടെടുത്ത് കയറുന്നു. ഇനി ഞാൻ ഏകദേശം ഈ കയറ്റത്തിൻ്റെ നടുഭാഗത്തിലേക്ക് എൻ്റെ വാഹനം വരികയാണ്. അത്യാവശ്യം കുത്തനെയുള്ള ഒരു കയറ്റമാണ്. ഇതേ നടുഭാഗത്ത് വന്ന് ഇതേ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി. ഇവിടെ എടുക്കുന്ന സമയത്താണ് നിങ്ങളിൽ പല ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, വില്ലേജ് റോഡാണ്. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുപോലെ പുറകിൽ നിന്നൊരു വാഹനം കയറി വന്നു കഴിഞ്ഞാലും പ്രശ്നമാകും. നമ്മൾ പ്രോപ്പറായിട്ട് വാഹനം എടുത്തു പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ള റോഡിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വാഹനം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ വണ്ടിയെ ക്ലച്ചിലും ആക്സിലറേഷനിലും നിങ്ങൾക്ക് കയറ്റത്ത് നിർത്താനായിട്ട് കഴിയണം. അത് നിങ്ങൾ പഠിക്കണം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. ബ്രേക്ക് ചവിട്ടുക, ക്ലച്ച് ചവിട്ടുക. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കാലയച്ച് വാഹനത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ വിറയൽ പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതുപോലെ വലിയ കയറ്റങ്ങളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി നിൽക്കത്തില്ല. അതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ക്ലച്ച് അയച്ച് ഒന്ന് ഇത്തിരി കൂടെ പരമാവധി വണ്ടി വിറയ്ക്കുന്ന പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് നോക്കുക, വണ്ടി ആ ഹാഫ് ക്ലച്ച് പോയിന്റ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ഞാനിപ്പോൾ പരമാവധി ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ട് ഞാനിവിടെ വാഹനത്തെ ബ്രേക്ക് അയച്ച് നിർത്താനായിട്ട് നോക്കുമ്പോൾ ഇതുകൊണ്ട് വണ്ടി നിൽക്കുന്നില്ല, വണ്ടി ബാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ക്ലച്ച് അയച്ചു കൊടുത്താൽ എൻ്റെ വണ്ടി ഇവിടെ ഓഫാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഏകദേശം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ അടുത്ത പോയിന്റ് ബാലൻസ് ചെയ്യുക. നന്നായിട്ട് വിറപ്പിക്കാനായിട്ട് നോക്കണ്ട. എന്നാൽ ആവറേജ് വിറച്ച് തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ക്വിക്കായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കണം. ആക്സിലറേഷൻ പെട്ടെന്ന് ആ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നിൽക്കും. അതായത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ആ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ഒന്നും ബാലൻസ് ചെയ്തിട്ടില്ല. ഏകദേശം വണ്ടി ഒന്ന് വിറയ്ക്കുന്ന പോയിന്റേ വരുന്നുള്ളൂ. നല്ല ബൈറ്റിംഗ് പോയിന്റിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഏകദേശം അടുത്തൊരു പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുക്കണം. നിങ്ങൾ നോക്കുക, ഞാനിത് ആ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഞാനിത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തു. ആക്സിലറേഷൻ മുന്നോട്ട് എന്നുള്ളൊരു രീതിയിൽ പമ്പ് ചെയ്ത് കൊടുത്തു. ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഇപ്പോൾ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഈ വലിയ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും നിൽക്കുകയാണ്. പോലും വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ പതിയെ കാലയച്ചപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വാഹനം ഇതുപോലെ നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ട് കഴിയുന്നുണ്ട്. കയറ്റത്തൊരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ്
മസ്റ്റായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട 2 കാര്യങ്ങൾ ഡ്രൈവിങ്ങിലുണ്ട്. ഇത് പല ആൾക്കാർക്കും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി പോകുന്നത്, അതുപോലെ പുറകിലേക്ക് വണ്ടി പോകുന്ന പ്രശ്നം വരുന്നത്. നമുക്ക് പുറകിലേക്ക് വണ്ടി ഒരു കാരണവശാലും ഉരുണ്ടു പോകാതെ തന്നെ നമ്മുടെ ഒരു വാഹനം എടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാനിത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു. വണ്ടിയുടെ താക്കോല് ജസ്റ്റ് ഞാൻ ഓൺ ചെയ്ത് ഇതേ വാഹനം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ചെറിയ കയറ്റത്ത് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വ്യത്യാസം ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് ബ്രേക്ക് എന്ന കാലെടുത്താൽ ഇതുപോലെ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകും. അതുകൊണ്ട് ബ്രേക്ക് നമ്മൾ നിർബന്ധമായിട്ടും ചവിട്ടി പിടിക്കുക. വലത്തെ കാലിൻ്റെ മുകൾ ഭാഗം ബ്രേക്കിൽ നമ്മൾ ഇതുപോലെ ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് ഇടത്തെ കാല് ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇടത്തെ കാല് നമ്മൾ ജസ്റ്റ് ഫ്രീ ആക്കുകയാണ്. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് നമ്മൾ വാഹനത്തിൻ്റെ വിറയൽ പോയിന്റ് അല്ലെങ്കിൽ ആ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ക്ലച്ച് ചെയ്യുന്ന അയച്ച് ആ വിറയൽ പോയിന്റ് ഇങ്ങനെ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ കൂടുതൽ ക്ലച്ച് അയച്ചാൽ നിങ്ങൾക്കറിയാം വണ്ടി ഓഫായി പോകും. അപ്പോൾ പ്രോപ്പറായിട്ട് നന്നായിട്ട് വിറച്ച് ആ പ്രോപ്പർ വാഹനം പോയിന്റിൽ നിൽക്കുന്ന ആ ബൈറ്റിംഗ് പോയിന്റാണ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ പോയിന്റ് ആയോന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഒന്ന് പതിയെ ഒന്ന് കാല് ഇതുപോലെ പതിയെ ഒന്ന് അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഇതുകൊണ്ട് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഈ ബൈറ്റിംഗ് പോയിന്റിൽ തന്നെ എൻ്റെ വാഹനം ഇതുകൊണ്ട് ഈ കയറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ നമ്മുടെ വാഹനം ഈ ബൈറ്റിംഗ് പോയിന്റിൽ തന്നെ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇതുപോലെ നിൽക്കും. ഞാനിവിടെ ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ ആ പോയിന്റിൽ ഇതുകൊണ്ട് എൻ്റെ വാഹനം നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തണം. ഒരു കാരണവശാലും ആക്സിലറേഷൻ പെഡലിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഉടൻ തന്നെ ക്ലച്ച് അയക്കരുത്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം വരും. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഇതുപോലെ ചെറിയ കയറ്റങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ഇതുപോലെ നിർത്തിയിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് നമ്മൾ ശകലം ഒന്ന് കൊടുത്തു പിടിച്ചതിന് ശേഷം നമ്മൾ സൗണ്ട് കേൾക്കണം, ആക്സിലറേഷൻ്റെ സൗണ്ട് കേൾക്കണം. അതുപോലെ ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ നമ്മൾ കൊടുത്തു പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് പതിയെ സാവധാനത്തിൽ കാലിങ്ങോട്ട് അയക്കുക. ആക്സിലറേഷൻ കൊടുത്തോണ്ട് സാവധാനത്തിൽ പതിയെ എത്രത്തോളം പതുക്കെ കാലയക്കാമോ അത്രത്തോളം പതിയെ കാലയക്കുക. സെയിം ടൈമിങ് ആക്സിലറേഷനോട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇതുപോലെ കയറ്റത്തെടുക്കുക. അപ്പോൾ ചെറിയ കയറ്റത്ത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനും ഹാഫ് ക്ലച്ച് മാത്രം ബാലൻസ് ചെയ്ത് നമുക്കൊരു വണ്ടിയെ നിർത്താനായിട്ട് കഴിയും. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ചെറിയ കയറ്റങ്ങളിലൊക്കെ വണ്ടി എടുക്കാനായിട്ട് ഈസിയാണ്. എന്നാൽ വലിയ കുത്തനെയുള്ള കയറ്റങ്ങളിലേക്ക് നമ്മുടെ വാഹനം എത്തുന്ന സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കത് പെട്ടെന്ന് ബാലൻസ് ആക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് എടുക്കണം. എങ്ങനെ പ്രാക്ടീസ് എടുക്കണം, നിങ്ങളുടെ വണ്ടിയെ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങാതെ, വണ്ടി ബാക്കിലേക്ക് റോളാകാതെ നിങ്ങളുടെ വണ്ടിയെ കറക്റ്റായിട്ടുള്ള ഒരു അളവിലുള്ള ആക്സിലറേഷനിലും കറക്റ്റായിട്ടുള്ള അളവിൽ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വണ്ടിയെ നിർത്താനായിട്ട് പഠിക്കണം. ഇതിന് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് എടുക്കുക. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ നമ്മൾ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് എത്ര വലിയ കയറ്റത്തും എടുക്കാനായിട്ട് കഴിയും. ഇത് ഡ്രൈവിങ്ങിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.